ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി മത്തിക്കറിയാണ്. മത്തി മുളകിൽ വെച്ചതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള മത്തിക്കറിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ മത്തിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സ്പെഷ്യലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് മാക്സിമം അറിയില്ല മീൻ വെട്ടാനും വൃത്തിയാക്കാനും. എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണെന്നൊന്ന് നീ അതും കൂടി ഒന്ന് വീഡിയോ എടുത്ത് നീ ഷെയർ ചെയ്യണം, അപ്പോൾ അവർക്കും കൂടി ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ എൻ്റെ വേറെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. മീൻ നമുക്ക് പെൺപിള്ളേർക്ക് മാക്സിമം പിച്ചാത്തി വെച്ചൊക്കെ വെട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഫിഷ് കട്ടർ കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല വൃത്തിയായില്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ആ അഴുക്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ കുറച്ചും കൂടി സിമ്പിൾ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് എന്തായാലും കംഫർട്ടബിൾ ഫിഷ് കട്ടർ കൊണ്ട് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബിഗിനേഴ്സിനും കൂടി ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കും. കണ്ടോ, നല്ല വൃത്തിയായില്ലേ? കുറച്ച് അഴുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൈകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഒന്ന് ക്ലിയർ ചെയ്യാനുള്ളതേ ഉള്ളൂ. നമുക്കിത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം ഉപ്പിട്ട് കഴുകുമ്പോൾ കുറച്ചും കൂടി മീനൊന്ന് വൃത്തിയാകും, അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയാവും. ഒരു ഉപ്പിട്ടിട്ട് തന്നെ ഒരു 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കുഞ്ഞുള്ളി വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം. അപ്പം ഞാനിവിടെ നേരത്തെ തന്നെ മീൻ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ലേശം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഉലുവയാണ്. നിങ്ങൾക്ക് വേണേൽ ഇത് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ചതയണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചതച്ചാൽ മാത്രം മതി. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം. ഇനി നമുക്കതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലേശം ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ
ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ ഉള്ള സമയമായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ്. ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരിയും നോർമൽ ചില്ലി പൗഡറും കൂടി മിക്സ്ഡ് ആണ്. അതാകുമ്പോൾ നമുക്ക് കളറും ഉണ്ടാവും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എരിവും കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കുടംപുളി തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആ വെള്ളം തന്നെ, ആ ലേശം പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ല വെട്ടി തിളയ്ക്കുന്ന പോലെ ആ പരുവത്തിലെടുക്കണം. ഇപ്പം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റ് പരുവമാണ്. നമ്മുടെ മീൻ കറി ഏകദേശമായിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ മീൻ കറി റെഡിയാണ്. ഇത് നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു മത്തിക്കറിയാണ്. ഇതിപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അൻറ്റിൽ ദെൻ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.